ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് ചൂരക്കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചൂര മാത്രമല്ല ഏത് മീനിട്ടേലും ഞാൻ എങ്ങനെയാണ് മീൻ കറി വെക്കുന്നതെന്നാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം അതിൻ്റെ ഇൻഗ്രീഡിയൻസാണ് കാണിച്ചത്. വേറെ ഒന്നുമല്ല, ഞാൻ തേങ്ങ അരച്ചാണ് മീൻ കറി വെക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ തേങ്ങ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചതച്ചാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ആദ്യം നമ്മൾ ചട്ടി എടുക്കുക. മീൻ കറി വയ്ക്കാൻ ഉപയോഗിക്കുന്ന ചട്ടി, ഞാൻ ഇവിടെ മൺചട്ടിയാണ് എടുത്തത്. പിന്നെ അതിലേക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കുക. നിങ്ങളിപ്പോൾ ഏത് കുക്കിംഗ് ഓയിലാണ് യൂസ് ചെയ്യുന്നത് അത് ഉപയോഗിക്കുക. ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തത്. അപ്പോൾ വെളിച്ചെണ്ണ എടുക്കുക, വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിക്കുക. പിന്നെ കടുക് ഇടുക. ഇനി കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പിലയും ചെറിയ ഉള്ളി ഇടുക. ഞാൻ ഇവിടെ ചെറിയ ഉള്ളി വീട്ടിൽ തീർന്നതുകൊണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സമയം കൊണ്ട് നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ കാണുന്ന സമയം കൊണ്ട് നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ട് എനിക്കാണ് ഗുണം. സോ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് പ്ലീസ് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ചെറിയ ഉള്ളി യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഞാനിവിടെ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് എണ്ണയിലിട്ട് നല്ല രീതിയിൽ വഴറ്റുക. പിന്നെ നിങ്ങൾ ഗ്യാസ് സ്റ്റൗവിൽ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലായിരിക്കാൻ ശ്രദ്ധിക്കുക. ഹൈ ഫ്ലെയിമും ആവരുത്, ലോ ഫ്ലെയിമും ആവരുത്, മീഡിയം ഫ്ലെയിമിലായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ പണി പാളിപ്പോവും. അതുകൊണ്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല. എനിക്ക് അങ്ങനെ പണി പാളിയിട്ടുണ്ട്. മീൻകറി മാത്രമല്ല പല കറികളും, അല്ലെങ്കിൽ മിക്കവാറും തോരനൊക്കെ ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പോകും. അങ്ങോട്ടൂടെയും പോകുമ്പോഴേക്കും അടി കരിഞ്ഞിരിക്കും. സോ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. പിന്നെ വേറെ കാര്യങ്ങളിലേക്ക്, ഈ കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് വേറെ കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുക, എങ്കിൽ പണിപാളും കുക്കിംഗ്. സോ ഇനി ഓക്കെ. അപ്പോൾ മീൻ കറിയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇനി അടുത്ത് ഞാനിപ്പോൾ ചേർക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ്. ഞാൻ മിക്സിയിലിട്ട് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിനെ ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ട് ഒന്ന് വഴറ്റുക. നല്ല വഴറ്റി നല്ലൊരു മണം വരും. ആ വെളുത്തുള്ളി ഇഞ്ചിയിലേക്ക് അതൊരു പ്രത്യേക മണമാണ്. എണ്ണയിലിട്ടൊന്ന് വഴറ്റുമ്പോൾ ഒന്ന് വഴറ്റി കൊടുക്കുക. അത് നല്ല രീതിയിൽ ആ പച്ചമണം മാറി വരുമ്പോൾ ഒരു നല്ലൊരു സ്മെല്ലായിരിക്കും വെളുത്തുള്ളി ഇഞ്ചിയുടേത്. ഇനി അതിന് ശേഷം നമ്മൾ എടുക്കേണ്ടത് പച്ചമുളകും മുരിങ്ങയ്ക്കയും. എനിക്ക് വീട്ടിലൊരു മുരിങ്ങയ്ക്ക കിടന്നായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ അത് ഞാൻ ഇവിടെ ഇതിൽ ചേർക്കുകയാണ്. ഇത് നിങ്ങൾക്ക് അരപ്പ് ചേർക്കുമ്പോൾ വേണമെങ്കിൽ മുരിങ്ങയ്ക്ക ചേർക്കാം. ഞാൻ ഇവിടെ എണ്ണയിൽ കൂടെ ചേർക്കുകയാണ്. അത് നിങ്ങളുടെ ഓപ്ഷണലാണ്. വേണമെങ്കിൽ മുരിങ്ങയ്ക്ക ചേർക്കാതിരിക്കുക, അത് ഓപ്ഷണലാണ്. ഞാൻ ഇവിടെ എപ്പോഴും ഈ പച്ചമുളക് ചേർക്കുന്നതിൻ്റെ കൂടെ മുരിങ്ങയ്ക്കയും ചേർക്കുകയാണ്. ചിലർ തക്കാളിയൊക്കെ യൂസ് ചെയ്യാറുണ്ട്, അത് ഓരോരുത്തരുടെ ഇഷ്ടം. ഞാനിവിടെ മുരിങ്ങ കിടന്നുകൊണ്ട് മുരിങ്ങയ്ക്ക ചേർത്തു. അത് ഈ സമയത്ത് ചേർക്കണമെന്നില്ല, നമ്മൾ ഈ മീനിൻ്റെ അരപ്പിടുന്ന ആ ടൈമിൽ വേണമെങ്കിലും ചേർക്കാം, അത് ഓരോരുത്തരുടെ ഇഷ്ടം. ഞാൻ ഇപ്പോൾ മുരിങ്ങയ്ക്ക ചേർത്ത് തന്നേ ഉള്ളൂ. ഇനി അത് എണ്ണയിലിട്ട് നല്ല രീതിയിൽ വഴറ്റി കൊടുക്കാം. നല്ല രീതിയിൽ എണ്ണയിലിട്ട് നല്ല രീതിയിൽ സോട്ട് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം ശ്രദ്ധിക്കുക, മീഡിയം ഫ്ലെയിമിലായിരിക്കണം. ഇനി അതൊന്ന് വഴറ്റി ഇനി അടുത്ത പ്രക്രിയ എന്ന് പറയുന്നത്, ഞാൻ വേറെ കാര്യം പറഞ്ഞു, നമ്മൾ മീൻ കറി വെക്കുന്നതിന് മുമ്പ് ഒരു 15 മിനിറ്റ് മുമ്പെങ്കിലും, ഞാൻ ഇവിടെ വാളൻ പുളിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പുളി കുറച്ച് വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെക്കണം. അപ്പോൾ ഇനി അത് പുളി ഇനി നല്ല രീതിയിൽ പിഴിഞ്ഞ് ഇനി ഇതിലോട്ട് ആഡ് ചെയ്യണം. മീൻ എത്രയാണോ അതിനാവശ്യമായിട്ടുള്ള പുളി എടുക്കുക. ഓവർ പുളിയായി പോയാൽ മീൻ കറി പുളിയായി പോവും, നല്ല രീതിയിൽ പുളിക്കും. അപ്പോൾ അതുകൊണ്ട് മീൻ എത്രയാണോ അതിനാവശ്യമായിട്ടുള്ള പുളി യൂസ് ചെയ്യുക. ഞാൻ ഇവിടെ ഇപ്പം 4 കുഞ്ഞു ചൂര മീനാണ് ഇത് ഇത്രയും പുളികളെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത്രയും പോലെ ഇനി കുറച്ചും കൂടെ വേണം. അപ്പം കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് പുളി നല്ലത് പിഴിഞ്ഞ് ഒഴിക്കുക. മീൻ എത്രയാണോ അതിനാവശ്യമായിട്ടുള്ള പുളി എടുക്കാൻ ശ്രദ്ധിക്കുക. ചിലർ കുടംപുളി ഇട്ട് വയ്ക്കാറുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ വാളൻപുളിയാണ് യൂസ് ചെയ്യുന്നത്, കുടംപുളി അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ വാളൻപുളി ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ആവശ്യത്തിനെടുത്ത് വെള്ളത്തിൽ കുതിർക്ക ഇടാൻ മറന്നു പോകരുത്. ഈ മാത്രം നല്ല രീതിയിൽ നമുക്ക് പിഴിഞ്ഞ് ഒഴിക്കാൻ പറ്റത്തുള്ളൂ, പുളി എടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ്. മീൻ കുറച്ചും കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ വീണ്ടും കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് നല്ല രീതിയിൽ പിഴിഞ്ഞ് ഒഴിക്കുകയാണ്. പുളിയെ പിഴിഞ്ഞ്
സോ ബാക്കിയും കൂടെ വെള്ളം കൂടെ ഞാൻ പുളിവെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം ഇനി പുളിവെള്ളം തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഈ സമയത്ത് വേറൊരു കാര്യം ആഡ് ചെയ്യാം. നമുക്ക് ഉപ്പ് നമുക്ക് ഇപ്പോൾ ആഡ് ചെയ്യാം. ഞങ്ങളിവിടെ വീട്ടിൽ ഉപ്പ് വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഭരണിയിൽ ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കലക്കി ഉപ്പ് വെള്ളമാണ് ഞങ്ങൾ ആഡ് ചെയ്യുന്നത്. ചിലർ പൊടി ഉപ്പാണ് യൂസ് ചെയ്യുന്നത് കുക്കിങ്ങിന്. ഞങ്ങളിവിടെ ഉപ്പ് വെള്ളമാണ് യൂസ് ചെയ്യുന്നത് കുക്കിങ്ങിന്. അപ്പോൾ ഇനി അത് ആഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, കുഞ്ഞു ഭരണിയിൽ കുറച്ച് ഉപ്പിട്ടിട്ട് വെള്ളം ഒഴിച്ച് കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഉപ്പ് നമുക്കൊരു ലിമിറ്റ് അറിയായിരിക്കുമല്ലോ, കുറച്ച് ഒഴിച്ച് കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ ലാസ്റ്റ് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ആദ്യമേ കൂടുതൽ ഒഴിക്കരുത്, പിന്നെ കൂടിക്കഴിഞ്ഞൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ ആദ്യം കുറച്ച് ഒഴിക്കുക, പിന്നെ നമുക്കില്ലെങ്കിൽ വീണ്ടും ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഉപ്പായാലും ഏതായാലും ആദ്യം കുറച്ച് ആഡ് ചെയ്യും, പക്ഷേ കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ പുളിവെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചൂരമീൻ ഇട്ട് കൊടുക്കാം. പിന്നെ ചൂരമീൻ കറിക്ക് വേണ്ടി മാറ്റിച്ചിട്ടുള്ള ചൂരമീൻ ഇതായിട്ട് കൊടുക്കുകയാണ്. ഇനി ചൂരമീൻ കുറച്ചും കൂടെ ചൂരമീൻ ജസ്റ്റ് ഇനി ആ പുളിവെള്ളത്തിലൊന്ന് കിടക്കട്ടെ. ഒരു 3-4 മിനിറ്റ് ഒന്ന് കിടന്നോട്ടെ പുളിവെള്ളം. പുളിവെള്ളം ജസ്റ്റ് ഒന്ന് തിളച്ച് വരും. അപ്പോഴും നമുക്ക് നമ്മുടെ മീനിൻ്റെ അരപ്പ് ആഡ് ചെയ്യാം. മീൻ പുളിവെള്ളത്തിൽ മുക്കി വെച്ച് കൊടുക്കുന്നതാണ്. ഈ സമയത്ത് നമ്മൾ പുളിവെള്ളം തിളയ്ക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മീൻകറി വെക്കുന്നതിന് മുമ്പേ നമുക്ക് അരപ്പ് തയ്യാറാക്കി വെക്കാം. അല്ലെങ്കിൽ ഈ പുളിവെള്ളം ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് അവിടെ കിടക്കുമല്ലോ, തിളയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കുമല്ലോ. ആ സമയത്ത് നമുക്ക് അരപ്പ് മിക്സിയിലിട്ട് തയ്യാറാക്കി വെച്ചിരിക്കാം. നമുക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ അരപ്പ് തയ്യാറാക്കി കൊണ്ടുവന്നു. പുളിവെള്ളം ജസ്റ്റ് ഒന്ന് പതഞ്ഞ് വന്നു. അപ്പോഴേക്കും ഞാൻ അരപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി അരപ്പ് നമുക്ക് ആഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കലക്കി വയ്ക്കുക. കലക്കി വെച്ചിട്ടുണ്ട്. പിന്നെ തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ മീൻകറി. സിമ്പിളാണ്, എല്ലാവരും വെക്കുന്നതാണ് വീട്ടിൽ മീൻകറി. പിന്നെ ഞാൻ എങ്ങനെയാണ് വെക്കുന്നതെന്നൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം. ഇനിയും അങ്ങോട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. കാണുന്നവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ. ഓക്കെ, ബൈ, ടേക്ക് കെയർ.